നമ്മുടെ ഫയലുകളുള്ള ഒരു CD ഏത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാലും CDയുടെ ഐക്കണിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലോഗോ എങ്ങനെ വരുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച് നോക്കി വിജയിച്ചൊരു കാര്യമാണ്. അന്ന് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ ഹാർഡ് ഡിസ്കിലേക്ക് ഞാൻ മാറ്റി വച്ചിരുന്നു. പക്ഷേ ആ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഓപ്പൺ ആകുന്നില്ല. ഒരുപാട് കമ്പ്യൂട്ടറിൽ ഞാൻ കണക്ട് ചെയ്ത് നോക്കി. ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. അതിലുള്ള ഫയലുകൾ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ജസ്റ്റ് കാണാൻ പോലും പറ്റുന്നില്ല. സാധാരണ ഇത്തരം ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രയാസം ഹാർഡ് ഡിസ്കിലെ ഫയൽ ഓപ്പൺ ആകുന്നില്ല എന്നതാണ്. ഇതുപോലുള്ള പ്രയാസങ്ങൾ എനിക്ക് വരുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്താറുണ്ട്. എൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിൽ ആ ശ്രമം ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അഥവാ എൻ്റെ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെല്ലാം മറ്റൊരു രീതിയിൽ ഞാൻ ഓപ്പൺ ആക്കിയെടുത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് ഏതെങ്കിലും ഷോപ്പിൽ സർവീസിന് കൊടുത്തപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റില്ല, മറിച്ച് പുതിയത് വാങ്ങുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് എല്ലാം ശരിയാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പിന്നീട് പറയും. ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ശരിയാക്കുവാനോ അല്ലെങ്കിൽ അതിലെ ഫയലുകൾ എടുക്കാനോ, ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടർ ശരിയാക്കുവാനോ, കമ്പ്യൂട്ടർ വാങ്ങുവാനോ, പുതിയതോ പഴയതോ ആവട്ടെ കമ്പ്യൂട്ടർ വാങ്ങുവാനോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിപ്പയറിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ഐക്കൺ വേണം. എങ്ങനെയാണ് ഐക്കൺ ഉണ്ടാക്കുക എന്നെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു ഫോട്ടോയാണ് ഐക്കണാക്കി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഐക്കണിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. നാം കഴിഞ്ഞ 2 വീഡിയോയിൽ ഐക്കണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയൊന്നും ഐക്കണിന് പേര് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ ziecom എന്ന പേരാണ് ഐക്കണിന് നൽകിയിട്ടുള്ളത്. ഇനി നോട്ട് പാഡ് ഓപ്പൺ ആക്കുക. അതിനുവേണ്ടി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോട്ട് പാഡ് എന്ന് സെർച്ച് ചെയ്യുക. നോട്ട് പാഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒന്നാമത്തെ വരിയിൽ സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓട്ടോ റൺ എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. രണ്ടാമത്തെ വരിയിൽ ഐക്കൺ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐക്കണിൻ്റെ ഫയൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. നേരത്തെ ഐക്കൺ ഫയലിന് ziecom എന്ന പേര് കൊടുത്തിരുന്നല്ലോ, ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം .ico എന്നുകൂടി ചേർത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ നെയിം ഓട്ടോ റൺ എന്ന് കൊടുത്ത് കൂടെ .inf എന്നുകൂടി ചേർത്ത് സേവ് ചെയ്യുക. ഇനി CDയിലേക്ക് എന്തെങ്കിലും കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ 2 ഫയലുകളും അതിലേക്ക് വലിച്ചിട്ടാൽ മതി. അഥവാ ഈ ഐക്കൺ ഫയലും നോട്ട് പാഡിൻ്റെ ഫയലും അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതിയാകും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ CD ഏത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാലും അവിടെയൊക്കെ CD ഐക്കണിൻ്റെ സ്ഥാനത്ത് ഈ ഫോട്ടോ ആയിരിക്കും ഐക്കണായി കാണുക. കഴിഞ്ഞ വീഡിയോ ഫോട്ടോ ഐക്കണിനെ കുറിച്ചായിരുന്നല്ലോ. അവിടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ഞാനിവിടെ ക്ലിയർ ചെയ്യാം. നാം അവിടെ 2 കാര്യമാണ് ചെയ്തിരുന്നത്. ഒന്ന്, ഒരു ഫോട്ടോയെ ക്രോപ്പ് ചെയ്തു, പിന്നെ അതിനെ ഐക്കണാക്കി. കാണുമ്പോൾ രണ്ടും ഒരുപോലെയായിരുന്നു, രണ്ടും ഒരേപോലത്തെ ഫോട്ടോ. എന്നാൽ രണ്ടും 2 അഥവാ 2ൻ്റെയും ഫോർമാറ്റ് വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യം ക്രോപ്പ് ചെയ്ത ഫയലിൻ്റെ ഫോർമാറ്റ് JPGയോ അല്ലെങ്കിൽ PNGയോ ആയിരിക്കും. എന്നാൽ രണ്ടാമത് ഐക്കണാക്കിയതിന് ശേഷം അതിൻ്റെ ഫോർമാറ്റ് ICO എന്നായിരിക്കും. ഒരു ഫയലിൻ്റെ ഫോർമാറ്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫയലിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്താൽ മതിയാകും. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിക്കുക.